ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഒരു ആഴ്ചേൻ്റെ അടുത്തായിട്ടുണ്ടാവില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എന്തായാലും കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാലോ കഴിഞ്ഞ വീഡിയോ എവിടെയാണ് നിർത്തിയത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറയലുണ്ട് എത്ര വൈകിയാണെങ്കിലും ഓർഡറിൽ വീഡിയോ ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോ ഇടാനുണ്ട്. നമ്മളെ നാദുട്ടീൻ്റെ ചോറൂണ് കഴിഞ്ഞതും അച്ഛൻ്റെ പിറന്നാൾ വീഡിയോ, വീട്ടിലത്തെ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടാനുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ വൈകി പോണത്. എഡിറ്റിംഗ് എങ്ങനെയെങ്കിലും നമ്മളെ കടയിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യും, പക്ഷേ എങ്കിൽ വോയിസ് കൊടുക്കാനാണ് സമയം കിട്ടാത്തത്. രാത്രി 8:30-9 മണിയൊക്കെ ആവും കടയിൽ നിന്ന് വരാൻ. രാവിലെ 10 മണി 10:30 പോണതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മളെ കാത്തിരിക്കുന്ന പോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനേ തോന്നുള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷമാണ് വീഡിയോ ഇടുന്നതും വീഡിയോ ചെയ്യണതും ഒക്കെ. സമയം കിട്ടാത്തതിൻ്റെ ഒരൊറ്റ കുറവുള്ളൂ. അപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ വിരുന്ന് പോയി വന്നപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അടിക്കലും തുടയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് നിന്നിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു സുഖമാണ് കേട്ടോ. ഒരു എന്താ പറയുക, നമുക്കൊരു കൂടുതൽ എനർജി കിട്ടും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ഒരു വൃത്തിയിൽ ചെയ്ത് കിട്ടുമ്പോഴേ. പിന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ഏട്ടുണ്ട്, മക്കളുണ്ട്, എല്ലാവരും സഹായിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നന്ദും അനുമോളും കൂടി അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. കണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ഒരു അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് അമ്മ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ അവിയലിനുള്ള കഷ്ണങ്ങളും ഉപ്പേരിക്കുള്ളതും സാമ്പാറിനുള്ളതും ഒരുവിധം പറ്റണതൊക്കെ നമ്മൾ നന്നാക്കി വെക്കും കേട്ടോ. അപ്പോൾ കുറേ സമയം നിൽക്കുമ്പോഴേ കാല് വേദനിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ കയറി ഇരുന്നതാണ്. അപ്പോൾ ഇരുന്ന് പണിയെടുക്കണേക്കാളും സുഖം നിന്ന് പണിയെടുക്കണതൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കാലിന് ഭയങ്കര വേദനയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇനി വെയിറ്റ് കൂടിയിട്ടാണെന്നാണ് തോന്നുന്നത്. നല്ലോണം വെയിറ്റ് വെച്ചിട്ടുണ്ട്. കൂട്ടുകാർ പല വീഡിയോയിലും പറയുന്നത് കമൻറ്റ് ബോക്സിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം വെയിറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്താണെന്നറിയില്ല. ചിലരൊക്കെ പറയും കൃത്യമായിട്ട് ഉറക്കില്ലായിട്ടും ഭക്ഷണ രീതിയൊക്കെ താളം തെറ്റിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയട്ടോ. അല്ലാതെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഞാനും അമ്മയും വർത്താനമൊക്കെ പറഞ്ഞതാകണേ ഇവിടെ ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നുറുക്കുകയാണേ. അപ്പോൾ ഈ ചേന എന്ന് പറയുന്ന സംഭവം എനിക്ക് ആദ്യം നന്നാക്കുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവിയൽ വെക്കുമ്പോൾ കുമ്പളങ്ങയും ചേനയും അതുപോലെ കായ, മുരിങ്ങാക്കായ, പിന്നെ പയർ, കുമ്പളം, കയ്പ്പ, ഇതൊക്കെ ചേർക്കലുണ്ട് കേട്ടോ. അങ്ങനത്തെ പച്ചക്കറികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുക. അല്ലാതെ ചിലരൊക്കെ ചോദിക്കലുണ്ട് കയ്പ്പങ്ങയൊക്കെ ചേർക്കുമോ എന്നുള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കയ്പ്പങ്ങ ചേർക്കും കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നലുള്ളത്. അത് സാമ്പാറിലായാലും അവിയലിലായാലും ഒക്കെ ചേർക്കും, കുറച്ച് ചേർക്കുള്ളൂ. കയ്പ്പങ്ങയ്ക്ക് കയ്പ്പാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചേർക്കാതിരിക്കൂല, പിന്നെ കൂടുതലായിട്ടും ചേർക്കൂല. എല്ലാവരും പാകത്തിനേ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ കുമ്പളങ്ങയും ചേനയും മുരിങ്ങക്കായും അതൊക്കെ കുറച്ച് തോനെടുത്താലും കുഴപ്പമില്ല. നമ്മൾ കയ്പ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക. അപ്പോൾ ഇതാക്കണേ, ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇളക്കണേക്കാളും നല്ലത് ഇങ്ങനെ കുടയുകയാണ്. പിന്നെ വൈകുന്നേരം ടൈമിൽ എനിക്ക് തീ കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വെക്കാണ്ടെങ്കിൽ തീ കത്തിക്കും. ഇതിപ്പോൾ ഈ അവിയൽ മാത്രമല്ല, അപ്പോൾ ഞാൻ ഗ്യാസമ്മ വെച്ചു. അപ്പം അച്ചമ്മ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം അച്ചമ്മയൊക്കെ കഞ്ഞി കുടിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം ഇവിടെ കഞ്ഞിയാണ് കൂടുതലായിട്ടും കുടിക്കുക. ഏട്ടനും അമ്മയും അച്ഛനും കഞ്ഞിയാണ് കുടിക്കുക. ഇടയ്ക്ക് നന്ദുവും കുടിക്കും കേട്ടോ. നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നന്ദു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവരിതാ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റെ രാത്രിക്കത്തെ കഴിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്കോരോ തോന്നലാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും രാത്രി ചോറ് കഴിക്കലില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ കണ്ണനായാലും ഇന്നിപ്പോൾ എന്താ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓനും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിയൽ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളിവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് കൃത്യമായ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങോട്ട് ഒഴിഞ്ഞ് കിട്ടും. പിന്നെ നാളികേരം ചിരകിയെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലേതൊന്ന് ഒഴിച്ച് മാറ്റുകയാണേ. അപ്പോൾ പരമാവധി നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വെണ്ടയ്ക്കൊന്നും അരിഞ്ഞ് വെക്കലില്ല കേട്ടോ. വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെക്കാൻ എനിക്ക് എന്തോ ഒരു പേടിയാണ്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക് വാട്ടി വെച്ചാൽ കുഴപ്പമില്ല. അതെന്തായാലും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് പുളിയഞ്ചി അമ്മേൻ്റെ വകയും അച്ചാറ് മിന്നുവിൻ്റെ വകയായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ആ ഒരു പണി എനിക്ക് ലാഭമായിട്ടോ. അപ്പം ഞാനൊരു ദിവസം അവിടെ നിന്നതല്ലേ, അതുകൊണ്ട് എന്നെ സഹായിച്ചതാണ് കേട്ടോ. എന്നെ നിൽക്കാൻ കിട്ടാത്തതല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു പണി എടുത്ത് തന്നാൽ അതൊരു കാര്യമായല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മ വരാമെന്ന് പറഞ്ഞിരുന്നുണ്ട് സഹായിക്കാൻ. പിന്നെ ഞാൻ വേണ്ട പറയുക, മിന്നുവിനെയും കുട്ടീനെയും അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പിന്നെ ഇവിടെ എല്ലാവരും കൂടി തരുമല്ലോ, അതൊരു സമാധാനമാണ്.
അപ്പോൾ അവിയൽ ചെറിയൊരു തീയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു നാളികേരം ചിരവണി ഒരു മെഷീൻ ഉണ്ടാവുകൊണ്ട് വലിയൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ലൊരു ഉപകാരമാണ്. ഇതിപ്പോൾ ഏട്ടൻ നാളികേരം ചിരകണ സമയത്തേ നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി ചിരകണതല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീട്ടിലേക്കുള്ളതും കൂടിയും ചിരകി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ചില സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ അതിനും കൂടിയും കണ്ടുള്ള നാളികേരം ഉണ്ടാവില്ല, ചിലപ്പോൾ മിക്കപ്പോഴും ഞാൻ അതിനും കൂടെ കണ്ടിട്ടാണ് വാങ്ങുക. അപ്പോൾ വാങ്ങി അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആവശ്യത്തിന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ രാവിലെ പണികൾ ഒരുങ്ങാൻ നല്ലൊരു എളുപ്പ വഴിയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഏട്ടനാക്കണേ നാളികേരം ചിരകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു, ഇത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ രാവിലെ ഉണ്ടാക്കട്ടോ, അവിയൽ മാത്രം വെച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. അപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണില്ല, ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതാ നാളികേരം ചിരവാൻ വേണ്ടി നോക്കുമ്പോഴേ ആ അതുമ്മലേക്ക് ശരിക്കും ലൈറ്റ് അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. അടുക്കളയിൽ 3 ബൾബ് ഇട്ടിട്ടുണ്ട്. അവിടെ ആ ചിമ്മിനീൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, അതിൻ്റെ പുറത്ത് നമ്മളെ സിങ്കിക്ക് കാണാൻ ഒന്നുണ്ട്, അതുപോലെ തൊട്ടപ്പുറത്ത് ഗ്യാസിൻ്റെ അവിടെ ഒന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചം വേണമല്ലോ, അതുകൊണ്ടാണ് 3 ബൾബ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വെച്ചിട്ടും കാണുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോർച്ച് എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു ചിരവ് അങ്ങനെ ആ ഒരു അതിൻ്റെ എന്താ പറയുക ബ്ലേഡ് ഇങ്ങനെ കറങ്ങണ സമയത്ത് നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ കയ്യിന്. അപ്പോൾ ഈ ഒരു മെഷീനുമ്പോൾ ഞാൻ അധികം ചിരകലില്ല, ഏട്ടൻ തന്നെയാണ് ചെയ്യലുള്ളത്. ഞാൻ ചെയ്യുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ, എനിക്ക് കുറച്ച് ധൃതി കൂടുതലല്ലേ. എന്നാൽ ചില സമയത്ത് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ അതിന്മേൽ പണിയെടുക്കാൻ. ചിരട്ടയിലൊന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അടിഭാഗം കുറച്ചുണ്ടെങ്കിലും അത് സ്പൂണിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ അടിഭാഗം മൊത്തത്തിലും നമുക്ക് ചിരണ്ടി എടുക്കാം. മെഷീനിന് ഓവർ എന്താ പറയുക ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടിഭാഗം അത്ര അങ്ങോട്ട് ചിരകി എടുക്കാത്തത്. ആ ചിരട്ടയും അങ്ങനെ തട്ടും തോറും നമ്മൾ ആ ഒരു മൂർച്ച പോവുകയല്ലേ ചെയ്യുക. പിന്നെ ഏട്ടൻ നാളികേരമൊക്കെ ചിരകി തന്ന് അതിലേക്കുള്ള പച്ചമുളകും നാളികേരവും കറിവേപ്പിലൊക്കെ ചതച്ചെടുത്ത് ഇതാകണം നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. തൈരും നാളികേരമൊക്കെ ചേർത്ത് മിക്സാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിയലിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ രാവിലത്തേക്കുള്ള കുക്കറും സാമ്പാർ വയ്ക്കാനുള്ള കലവും അതുപോലെ ചീനച്ചട്ടി ഉപ്പേരി വയ്ക്കാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ രാവിലെ ഞാൻ നീക്കുന്ന സമയത്ത് തന്നെ അമ്മേനെ വിളിക്കൂല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടേ വിളിക്കുകയുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അകത്ത് നമുക്ക് വാതിലൊക്കെ അടച്ചുറപ്പുണ്ടാകുകൊണ്ട് പുലർച്ചെ നീക്കുമ്പോൾ ആരില്ലെങ്കിലും ഒരു പേടിയൊന്നുമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ പഴയ വീട്ടിലായിരുന്നെന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ച് രാത്രി എൻ്റെ കുളിക്കലും കൂടിയും കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 1-2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. 3 മണീൻ്റെ മുന്നേ എന്ന് പറഞ്ഞ പോലെ ഞാൻ നീച്ചിട്ടുണ്ട്. നീച്ചേക്ക് വേഗം എൻ്റെ കുളിക്കലും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിടന്ന ഉറക്ക് വരില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 50-60 പേർക്കുള്ള സദ്യയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളെ വീട്ടിലേക്കുള്ളതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സദ്യയ്ക്ക് ഓർഡർ തന്നത് എപ്പോഴും ഇവർ നമ്മളെ അടുത്ത് നിന്ന് തന്നെയാണ് സദ്യ വാങ്ങലുള്ളത് കേട്ടോ. ഓരോ കുടുംബത്തേക്കായാലും എവിടേക്കായാലും ഓരെപ്പോഴും നമ്മളെ അടുത്തു നിന്നാണ് സദ്യ വാങ്ങിക്കലുള്ളത്. അപ്പോൾ നമുക്കത് ഒഴിവാക്കി വിടാനും വയ്യ. അപ്പോൾ ഇന്ന് നമുക്ക് പായസ കച്ചവടത്തിന് പോകണം. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പായസ കച്ചവടത്തിന് പോകാൻ. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ നീച്ചേക്ക് ഇതാക്കണേ അവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോയാബീൻ ഇതാ അവിടെ തിളപ്പിച്ചിട്ടുണ്ട്. കുക്കറിൽ അവിടെ നമ്മളെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ അങ്ങനെ തകൃതിയിൽ എടുക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ പോയി വിളിച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ചോറ് വെക്കണമെങ്കിലും പായസം വെക്കണമെങ്കിലും പുറത്തേക്ക് തന്നെ വരണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ നോക്കിയാലുള്ളൂ ആയി കിട്ടട്ടോ. നേരം വെളുത്തിട്ടാവുമ്പോൾ നമുക്ക് നേരം വഴുകും. പായസം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ ചോറും കൂടെ വെന്ത് കിട്ടണ്ടേ. ചോറെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അത് വേവണമെങ്കിൽ നല്ലോണം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എണീറ്റത്. അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത് അട തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ പായസത്തേക്കുള്ള അട തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതാ അമ്മയ്ക്ക് പിന്നെ തീ കത്തിക്കാൻ എളുപ്പമാണ് കേട്ടോ. പുറത്ത് അകത്താണ് അമ്മയ്ക്ക് റിസ്ക് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ അകത്തേക്ക് വന്നിട്ട് ഉപ്പേരിക്കുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ക്യാബേജൊക്കെ അതാ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോളയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പലരും പല രീതിക്കാണ് വെക്കലുള്ളത്. ഞാനും ക്യാരറ്റൊക്കെ ചേർത്തിട്ടൊക്കെ വെക്കലുണ്ട് കേട്ടോ. ക്യാബേജും ക്യാരറ്റും ബീൻസും പയറും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റും ക്യാബേജും വെക്കാൻ രസമാണ്. അതുപോലെ ക്യാബേജും
ക്യാരറ്റും മുട്ടയും കൂടെ തോരൻ പോലെ വെക്കാൻ, അങ്ങനെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ ക്യാബേജും ഉള്ളിയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നുള്ളത്. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണം നമ്മളിവിടുത്തെ വെള്ളം, ഈ ഒരു പുറത്തടുപ്പായ അതാണ് കേട്ടോ സുഖം, കുറേ വിറകൊക്കെ വെക്കാമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. അങ്ങനെ ഇതാക്കണം പെട്ടെന്ന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മനെ വിളിച്ച്, അപ്പോൾ നമുക്ക് ഇന്നിവിടെ 200 ഗ്ലാസ് പായസമാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഏകദേശം 20 ലിറ്റർ എയർ ഉണ്ടാവും കേട്ടോ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ 200 ഗ്ലാസ്സിനുള്ള അടയാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്ത അടയാണ് എടുത്തത്. പാലട പായസമാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെളുത്ത അടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അടയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മളതവിടെ വാങ്ങി വെക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം അടച്ച് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഉപ്പേരിയൊക്കെ ഇവിടെ ആവണുണ്ട് കേട്ടോ. തോരൻ എന്ന് പറയാൻ നമുക്ക് അങ്ങനെ വരൂല. എന്താ വെച്ചാൽ നമ്മളെവിടെ ഈ മലപ്പുറം ഭാഷയിൽ എപ്പോഴും ഉപ്പേരി എന്നാണ് പറയലുള്ളത്. തോരൻ പറയണവരും ഉണ്ട്, പക്ഷെ ഞങ്ങളിവിടെ അധികവും ഉപ്പേരി എന്നാട്ടോ പറയലുള്ളത്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ അതിൻ്റെ ആ ഒരു വേറൊരു സ്മെല്ലുണ്ടല്ലോ, അത് പോയി കിട്ടും കേട്ടോ കുരുമുളക് ചേർത്താൽ. പിന്നെ അതാ ഇനിയിപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ സാമ്പാറിന് പരിപ്പും അതുപോലെ ചെറിയുള്ളി കുറച്ചധികം, പിന്നെ വറ്റൽമുളക്, കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലോ 3 വിസിലോ ഒക്കെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഉപ്പേരി ഇവിടെ റെഡിയായി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഉള്ളിയും കിഴങ്ങും അതൊക്കെ രാവിലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം മുറിച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നാളികേരം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ കറിവേപ്പിലൊക്കെ കൂട്ടി നല്ലോണം വാട്ടിയെടുത്തു. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കോളിഫ്ലവർ അല്ലേ, അതൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലക്കറീൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിലൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. സദ്യയിൽ നമ്മളിവിടെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു അവിയലും മസാലക്കറിയാണ് കേട്ടോ. മസാലക്കറി ഇല്ലാതെ എന്ത് സദ്യ, അതുപോലെ അവിയലില്ലാതെ എന്ത് സദ്യ, അത്രയും ടേസ്റ്റാണ് ഈ സംഭവങ്ങൾക്ക്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതാ അതിലേക്ക് സോയാബീനും അതുപോലെ കോളിഫ്ലവറും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആ വെള്ളത്തോട് കൂടി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ഉരുളിയിൽ നിറച്ചുണ്ട്. ഇതിനിപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങും കേട്ടോ. എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങി കിട്ടും. എല്ലാം ഒന്ന് സെറ്റായി വരണമല്ലോ. അപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ നാളികേരം വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ മസാലക്കറിക്കും വറക്കണം, അതുപോലെ സാമ്പാറിക്കും കുറച്ച് വറുത്തരയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അരയ്ക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ സദ്യയ്ക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കും പോലെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് അരച്ചൊഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാടില്ല, പെട്ടെന്ന് മടുക്കുള്ളൂ ഒരുപാട് അരപ്പായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കണ്ണനാണ് അതിങ്ങനെ നിന്നിട്ട് ഇളക്കിയിട്ടുള്ളത് കേട്ടോ. വറുത്തെടുക്കാൻ കുറച്ച് ക്ഷമയോട് കൂടി നിൽക്കണ്ടേ. അപ്പോൾ എനിക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നു. ഓൻ തന്നെയാണ് വറുത്ത് തന്നത്. പിന്നെ അതാ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഷ്ണങ്ങൾ എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വേറെ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർക്കാൻ വിചാരിച്ചിട്ടാണ്. എളുപ്പ വഴികൾ എങ്ങനെയാ വെച്ചാൽ അങ്ങനെയൊക്കെ നോക്കുകയാണ്. പിന്നെ മൊത്തത്തിൽ കുക്കറിലിട്ട് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ തക്കാളി വെണ്ടയ്ക്കൊക്കെ വേറെ പാത്രത്തിലിട്ടിട്ട് ഒരുമിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ അടയൊക്കെ വാങ്ങി വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അതിലരിയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് വെന്തോ എന്നുള്ളതൊക്കെ നോക്കുകയാണ്. വേവാനൊന്നും ആയിട്ടില്ല. അപ്പോൾ വെള്ളം കുറച്ച് കുറവല്ലേ എന്നൊക്കെ അമ്മേനോട് പറയുമായിരുന്നു. പിന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ നല്ലോണം അകത്ത് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചു കേട്ടോ. നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കണ ചോറിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചോറ് വെള്ളം കുടിക്കണ പോലെയാവും കേട്ടോ. ഒരു വെള്ളം ബീച്ചിലുണ്ടാവും. നേരെ മറിച്ച് ചൂടുവെള്ളം എന്താ പറയുക തിളപ്പിച്ച വെള്ളമൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അമ്മ ഏതായാലും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ തീ കത്തിക്കലും ചോറ് നോക്കലും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ അകത്ത് ഞാൻ വന്നപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. മസാലക്കറി, അതിലേക്ക് ചിക്കൻ മസാലയും അതുപോലെ നമ്മൾ അരപ്പ് റെഡിയാക്കിയിരുന്നല്ലോ. നാളികേരം വറുത്തപ്പോൾ അതിലേക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് വറുത്തത്. എന്നിട്ട് അരച്ചെടുത്തിട്ട് ഒരിത്തിരി മിക്സീൻ്റെ ജാറിൽ വെള്ളം കൂടി ആക്കിയിട്ട് കഴുകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ നല്ല കട്ടി നാളികേരപ്പാൽ,
അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നാളികേരം വറുത്ത് അരക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വാട്ടുന്ന സമയത്ത് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നാളികേരപ്പാൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വറുത്തരക്കണില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചെയ്തിരിക്കണം. പാലൊഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ. പാലും വറവും കൂടി ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മളെ മസാലക്കറി സെറ്റായിട്ടുണ്ടേ. അത് കഴിഞ്ഞതാ നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എളുപ്പം എന്താണോ അത് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുക്കറിൽ ഉപ്പുമാവ് വയ്ക്കണേ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ചിട്ടുണ്ട്. ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഉള്ളിയും മുളകൊക്കെ ഇട്ട് മൂപ്പിക്കുകയാണേ. പിന്നെ അതാ സാമ്പാറെല്ലാം കൂടി ഞാനൊരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം കൂടി ഒന്നിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പരിപ്പുണ്ടല്ലോ അതിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. കഷ്ണങ്ങൾ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടേ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെക്കാം. പിന്നെ ഇവിടെ വെള്ളം വെച്ച് അത് തിളച്ചപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നാളികേരവും അരി എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരി ഉപ്പുമാവാണ് വെക്കുന്നത്. 2 വിസിലടിച്ചാൽ അടിപൊളി ഉപ്പുമാവ് റെഡിയാവും കേട്ടോ. പിന്നെ വീണ്ടും ചോറിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഊറ്റിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഊറ്റിയിട്ടിടാനുള്ള പാത്രം ഇവിടെ അമ്മ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അരിപ്പക്കോരി ഉണ്ടല്ലോ, ഈ ഒരു സംഭവം നമ്മൾ തട്ടുകടയിൽ കണ്ടുന്ന സമയത്ത് കടികൾ കോരിയെടുക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണ്ടായപ്പോൾ നല്ലൊരു ഉപകാരമായിട്ടോ. അന്ന് ഇത് കടയൊക്കെ നിർത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാ ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ലൊരു ഉപകാരമായി. ഇങ്ങനെ കൂടുതൽ ചോറൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഊറ്റിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി എന്തായാലും നമുക്ക് ഈ വലിയ അരിപ്പക്കൊട്ട ഉണ്ടല്ലോ അതൊന്ന് വാങ്ങിക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ ചോർന്ന് പോകുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കൽ അതൊരു റിസ്ക് തന്നെയാണ്. റിസ്ക് പറഞ്ഞാൽ നമ്മളെ സമയം ഇങ്ങനെ പോവുകയാണ്. പിന്നെ പെട്ടെന്ന് നമ്മൾ ആക്കിയിട്ടില്ലെങ്കിൽ അടി വേവുകയും ചെയ്യൂലേ. പിന്നെ ഇത് മൊത്തത്തിൽ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും കഴിയൂല കേട്ടോ. പിന്നെ മറ്റവരെയൊക്കെ വിളിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഓരോ ഉറക്കൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും തന്നെ അങ്ങനെ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഊറ്റിലൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പരിപ്പും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി വേവിച്ച് വെച്ചിരുന്നല്ലോ അതും കൂടി ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ നന്നായിട്ട് കായം ചേർത്തിട്ടുണ്ട്. LG കായ ഉണ്ടല്ലോ, തീവണ്ടിക്കായം, അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ കൂടുതൽ കറികൾ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. കുറച്ച് വെക്കുന്നതും കൂടുതൽ വെക്കുന്നതുമായിട്ട് നല്ല മാറ്റമുണ്ട്. അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ ഈ പരിപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് വെട്ടി തിളച്ച് സെറ്റായി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അരപ്പൊഴിച്ചിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ നമുക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളെ ചോറ് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞ് പായസത്തിനുള്ള പാലടുപ്പത്ത് വെച്ചിരുന്നു, പാൽപ്പൊടിയൊക്കെ കലക്കിയിട്ട്. അപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പെരുമഴയല്ല, ചിന്നി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായിട്ടോ, എന്താ ചെയ്യുക എന്നുള്ളത്. ചോറ് വെന്ത തന്നെ ഭാഗ്യം, ഇനിയിപ്പോൾ പായസമാണ് ആയി കിട്ടാനുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു അടുപ്പുണ്ടല്ലോ നമുക്ക്, ഈ ഒരു അടുപ്പ് ഇവിടെ നിന്ന് പൊളിച്ച് കളയാത്തതിൻ്റെ കാര്യം തന്നെ അതാണ് കേട്ടോ. നമ്മൾ കുടുങ്ങണ സമയത്ത് ഇവിടെ വയ്ക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കണലൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് പായസത്തിനുള്ള പാൽ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അമ്മ അവിടെ ഇളക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിതാക്കണം ഇവിടെ പപ്പടം കാച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ അടുപ്പാണ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ അടുപ്പത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. എല്ലാം പെട്ടെന്നായി കിട്ടും. ഇങ്ങനത്തെ അടുപ്പാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് വഴിക്ക് സെറ്റാക്കി വെച്ചാൽ ഇതിൽ ചെയ്യണത്ര സുഖം ഗ്യാസിൽ ചെയ്താൽ കിട്ടൂല നമുക്ക്. പിന്നെ വിറകിനും ലാഭമാണ്. കുറച്ചിങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പഴുത്തിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ വേഗം ചൂടായി കിട്ടും. പപ്പടം കാച്ചിൽ കഴിഞ്ഞേക്ക് ഇതാക്കണ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ സാമ്പാറൊക്കെയുള്ള വറവ് ഇടുകയാണ് കേട്ടോ. കടുക് പൊട്ടിച്ചു, പിന്നെ അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും സാമ്പാർ പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സാമ്പാർ പൊടി ഇങ്ങനെയാണ് ചേർക്കലുള്ളത്, നേരിട്ട് ചേർത്ത് കൊടുക്കലില്ല. ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ ഇതിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. സാമ്പാറാവുമ്പോൾ മല്ലിച്ചപ്പ് ഇടണം കേട്ടോ. മല്ലിച്ചപ്പും കായൊന്നും ഇല്ലാതെ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാക്കണം നമ്മളെ പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പാലും പഞ്ചസാരയും കൂടിയാണ് ആദ്യം തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ. അതൊക്കെ നല്ലോണം വെട്ടി തിളച്ച് കുറച്ച് സമയം കുറുകിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അട ഇട്ട് കൊടുക്കുന്നത്. അട എന്ന് പറഞ്ഞാൽ 200 ഗ്ലാസ്സിനുള്ള അടയല്ലേ.
അപ്പോൾ അത് മൊത്തത്തിൽ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. 2-3 പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ വെന്ത് കഴിഞ്ഞാലും നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളത് ഊറ്റിയെടുക്കാൻ. പാലടേൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിലുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു റെസിപ്പി കണ്ടിട്ട് പാലടയൊക്കെ ഉണ്ടാക്കി നോക്കലുണ്ട്. പിന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് കേട്ടോ, നിങ്ങളെ പാലട പായസത്തിൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അതാ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കടയ്ക്കും പോകണ്ടേ, അതിനുള്ള പണികളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതാകണേ ഏട്ടൻ ചായ കുടിക്കുകയാണേ. അപ്പോൾ ചായക്ക് കടി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊന്ന് ഉപ്പുമാവാണ് കേട്ടോ, പച്ചരി ഉപ്പുമാവാണ്. പച്ചരി ഉപ്പുമാവ് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുകൊണ്ടു. ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കണതാണ്. ചിക്കനോ മീനോ സൈഡിലുണ്ടെങ്കിൽ ഏറെ നന്നു കേട്ടോ. ഇവിടെ പിന്നെ അനുമോളും നന്ദൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വാശിയില്ല. കണ്ണന് ഇന്നിപ്പോൾ സാമ്പാറും പപ്പടവും എന്താ വേണ്ടച്ച മസാലക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിച്ചോളും. ഏട്ടന് പിന്നെ പാൽച്ചായയും അങ്ങനെ ഉപ്പുമാവും കഴിക്കുന്നത് ഇഷ്ടമല്ലായി ഒന്നുമില്ല, അങ്ങനെ കഴിച്ചോളൂ കേട്ടോ, വല്ലപ്പോഴും അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ ഞാൻ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാൻ. പണികൾ കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോഴേക്കും ഇതാ നമ്മളെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലട പ്രഥമൻ എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴുകി നന്നായിട്ട് കഴുകി തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചു. അതിനുശേഷം നല്ല ഉണങ്ങിയ കോട്ടൻ്റെ തുണി കൊണ്ട് തുടച്ചെടുത്തതാണ് കേട്ടോ. അത്രയും ഇതിലാണ് നമ്മളിത് നോക്കലുള്ളത്. പായസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേട് വരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യല്, ഡെയിലി അങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ. ഡെയിലി തലേ ദിവസം നല്ലോണം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അതിനുശേഷം രാവിലെ നീച്ചിട്ട് പിന്നെ വീണ്ടും കഴുകും. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കണമെങ്കിൽ അതിൻ്റെ അതൊക്കെ കൊണ്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇന്ന് 2-3 സ്ഥലത്തേക്കുള്ള പായസമാണ് ഈ സെപ്പറേറ്റ് ആക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ കൊടുക്കണവർക്ക് സദ്യേൻ്റെ ഒപ്പമുള്ള പായസവും വേണം, പിന്നെ അവർക്ക് എക്സ്ട്രാ വേറെ പായസവും വേണം. അതുപോലെ തന്നെ 8 ലിറ്റർ പായസം വേറെയും വേണമെന്ന് പറഞ്ഞിരുന്നു, അതായത് 80 ഗ്ലാസ്. പിന്നെ വേറൊരു കൂട്ടർക്കും അതേപോലെ ഒരു 80 ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ കടയ്ക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, 200 ഗ്ലാസ് അല്ല, അതിലേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്ലാസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 200 ഗ്ലാസ്സാണ് നമുക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഓലുക്കുള്ളതെല്ലാം ഇതും ആക്കി സദ്യവട്ടങ്ങളെല്ലാം പാത്രത്തിലാക്കി ഇതാക്കണേ. അതിൻ്റേതായ പാത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളോടൊരു ടൈം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും കേട്ടോ. ഒരിക്കലും ഒരാളെയും വൈകിച്ചിട്ടില്ല. ഒരു പറഞ്ഞതിനേക്കാളും മുന്നേ നമ്മളവിടെ എത്തിക്കുകയാണ് ചെയ്യലുള്ളത്. അപ്പം അങ്ങനെ ആവുമ്പോഴാണ് നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവുക കേട്ടോ. നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അതതുപോലെ ചെയ്യും എന്നുള്ളത്. പിന്നെ സദ്യ ആയിരിക്കുമ്പോൾ ഗ്ലാസും ഇലയും എല്ലാം അതും കൊടുക്കും കേട്ടോ. പിന്നെ പപ്പടത്തിൻ്റെ കാര്യത്തിലാണ് കുറച്ച് പേടിയുള്ളത്, അത് പൊടിയോ എന്നുള്ളത്. അതിനും ഞാൻ കുറച്ച് എക്സ്ട്രാ ഇടും കേട്ടോ, അഥവാ പൊടിയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് കണ്ണനാണ് കൊണ്ടു കൊടുക്കുന്നത്. കുറച്ച് ദൂരം വഴി ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടിക്കൂലിയൊക്കെ ഓല് കൊടുക്കും കേട്ടോ, ഓട്ടോ കൂലിയൊക്കെ ഓല് കൊടുക്കും. പിന്നെ ഏട്ടല്ലാത്തതുകൊണ്ടാണ് കണ്ണവിടെ ഉണ്ടായത് എനിക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും കേട്ടോ എവിടെയാണെങ്കിലും കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇന്നെന്തായാലും ഓണുള്ള സ്ഥിതിക്ക് ഓൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളടുത്തുള്ള പൊന്നുക്കാക്കാൻ്റെ വണ്ടിയാണിത്. ഇതിലാവുമ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും കൊള്ളാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ വിമാനം പോകണം. എനിക്ക് ഈ വിമാനം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് നോക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് എനിക്ക്. ചെറുപ്പത്തിൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അതാണ് അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി അത് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ പറയുമായിരുന്നു, ഇപ്പോഴും മോൾ അങ്ങനെയാണെന്നുള്ളത് അച്ഛൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പൊന്നുകാക്ക സഹായിക്കുന്നുണ്ട് എല്ലേതും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കരിമ്പുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയിലാണ് സാധനങ്ങൾ കൊണ്ടുപോകലുള്ളത്. കരിമ്പില്ലെങ്കിൽ വേറെ 2 ഓട്ടോക്കാരുണ്ട്, ഓരെയും വിളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിളിക്കും. പിന്നെ ചെറിയ ഓട്ടോയിലാകുമ്പോൾ 2 പ്രാവശ്യം അടിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്കൊരു നഷ്ടമാണ്. അപ്പോൾ ഈ ഓട്ടോയിലാകുമ്പോൾ എല്ലേതും മൊത്തത്തിൽ പെട്ടെന്ന് പോവുള്ളൂ. അങ്ങനെ ഇതാ ചോറും കറികളും ഗ്ലാസും ഇലയും എല്ലേതും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലേതും അങ്ങനെ എടുത്ത് വെക്കുകയാണ്. കണ്ണനൊക്കെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമുക്കൊരു മടുപ്പ് തോന്നൂല. ഇന്നിപ്പോൾ എൻ്റെ കുട്ടി ഞാൻ എപ്പോഴാണ് നീച്ചിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ പിന്നാലെ ഓരോ നീച്ചിടുക. ഞാൻ 3 മണിക്കാണെങ്കിൽ 3:30 ആയപ്പോഴേക്കും മൂപ്പര് നീച്ചിട്ടുണ്ട്. അത്ര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്.
അപ്പോൾ ഓരേതായാലും ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വയസ്സിലുള്ള ആളും വന്നിട്ടുണ്ട്. ഒരു പാത്രം കൊണ്ടുവന്നപ്പോൾ ചെറിയ പാത്രങ്ങളിലായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ പായസം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കടയ്ക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി എനിക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്